Orthographic projection next question. Draw front view, top view, side view in first angle projection of the given object. Object നമുക്ക് തന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, ടോപ്പ് വ്യൂ വരയ്ക്കുക, സൈഡ് വ്യൂ വരയ്ക്കുക. ഓക്കെ, ഫ്രണ്ട് വ്യൂ നോക്കുന്ന ഈ ഡയറക്ഷനിലാണ്. നമ്മുടെ റെഫറൻസ് ലൈനിൻ്റെ മുകളിൽ വരയ്ക്കണം, ഫസ്റ്റ് ആംഗിൾ ആയതുകൊണ്ട്. ടോപ്പ് വ്യൂ നോക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. എവിടെ വരയ്ക്കണം? റെഫറൻസ് ലൈനിൻ്റെ താഴെ വരയ്ക്കണം, ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ നേരെ താഴെയായിട്ട്. ഇത് ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് എവിടെ വരയ്ക്കണം? ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് അതിൻ്റെ വ്യൂസ് വരയ്ക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ മെഷർമെൻറ്റുകൾ നോക്കിയേ. ഇത് 80 ഉണ്ട്, ഇവിടെ 80 + 10 90, മൊത്തത്തിൽ ഇവിടെ എത്രയുണ്ട്? 100 ഉണ്ട്. അപ്പോൾ നമ്മളിത് വരയ്ക്കുമ്പോൾ കുറച്ച് മെഷർമെൻറ്റ്സ് കുറച്ച് വലുതാണ്. ഓക്കെ, അപ്പോൾ ഈ മെഷർമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്ത് വരയ്ക്കണം. ഈ മെഷർമെൻറ്റിനെ റെഡ്യൂസ് ചെയ്ത് വരയ്ക്കണം. റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കെയിൽ ചെയ്ത് വരയ്ക്കുക. അതായത് ഈ ഒബ്ജക്റ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ നമുക്കൊരു 1:2 റേഷ്യോയിൽ വരയ്ക്കാം. എത്രയാണ്? 1:2 റേഷ്യോയിൽ നമുക്ക് വരയ്ക്കാം. 1:2 റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 1:2 റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്സുകൾ, ആ മെഷർമെൻറ്റ്സിൻ്റെ നേരെ പകുതിയായിട്ടാണ് നമ്മൾ 1:2 റേഷ്യോ വരയ്ക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്കൊരു 10 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 × 1 എത്രയായി? 10:2 × 10 എത്രയായി? 20 ആയി അല്ലേ? നമ്മൾ 10 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20നെ നമ്മൾ എത്ര ആയിട്ട് വരയ്ക്കാൻ പോവുകയാണ്? 10 ആയിട്ട്. അത് 20 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ 10 സെൻറ്റിമീറ്റർ ആയിട്ട് വരയ്ക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. 1:2 റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ 80 തന്നിട്ടുള്ളതിനെ നമ്മൾ എത്ര ആയിട്ട് എടുക്കണം? 40 ആയിട്ട് എടുക്കണം. 40നെ 20 ആയിട്ട് എടുക്കണം. 60നെ 30 ആയിട്ട് എടുക്കണം. 80നെ 40 ആയിട്ട് എടുക്കുക. ഇവിടുത്തെ 10നെ 5 ആയിട്ട് എടുക്കുക. ഈ 20നെ 10 ആയിട്ട് എടുക്കുക. തുടങ്ങിയ രീതിയിൽ വരയ്ക്കുക. ഓക്കെ, അപ്പം ഞാൻ ഓരോന്നും വരച്ചു പോകുമ്പോൾ മെഷർമെൻറ്റ്സും അതിൻ്റെ പകുതി എടുത്ത് എത്രയാണെന്ന് പറഞ്ഞ് വരച്ചു പോകും. അപ്പം മുന്നോട്ട് പോകുമ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമ്മൾ അതിൻ്റെ റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കിയാണ്, ഈ ഡയറക്ഷനിൽ നോക്കിയാണ്. നമുക്ക് കാണാൻ പറ്റുന്ന സർഫസ് എന്ന് പറയുന്നത് ഇത്രയും സർഫസ് നമുക്ക് കാണാൻ കഴിയും അല്ലേ? ഈ സർഫസ് എല്ലാം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ സർഫസും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇത്ര മാത്രമേ നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കിയാൽ കാണാൻ സാധിക്കൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂ എവിടെയാണ് നമ്മൾ വരയ്ക്കേണ്ട? ഫസ്റ്റ് ആംഗിൾ പൊസിഷൻ ആയതുകൊണ്ട് റെഫറൻസ് ലൈനിൻ്റെ മുകളിൽ വരയ്ക്കണം. ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ്, അത് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡ് വരയ്ക്കണം. അപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ നമ്മൾ ഇവിടെയാണ് വരയ്ക്കേണ്ടത്. ആ സ്പേസ് വിട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട് വ്യൂ ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നോക്കി ഡിസ്റ്റൻസ് നോക്കിയേ. ഇത് മുതൽ ഇതുവരെ 60 ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര എടുക്കുക? 30 ആയിട്ട് വരയ്ക്കുക. ഇത് മുതൽ ഇതുവരെ 40 ഉണ്ട്. അത് എത്ര ആയിട്ട് എടുക്കുക? 20 ആയിട്ട് എടുക്കുക. ദെൻ പിന്നെ ഇവിടെ വരയ്ക്കേണ്ടത് ഇങ്ങനെ ഒരു സെമി സർക്കിളാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത് അല്ലേ? അത് വരയ്ക്കാനായിട്ട് ഇത് മൊത്തത്തിൽ എത്രയുണ്ട്? 80 ഉണ്ട് അല്ലേ? 80നെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. 80ൻ്റെ പാതി 40 എടുക്കുക അല്ലേ? 40, ഇത് മുതൽ ഇതുവരെ 40 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റേഡിയസ് എത്ര എടുക്കും? 40ൻ്റെ പാതിയായിട്ടുള്ള 20 എടുത്തുകൊണ്ട് നമ്മൾ റേഡിയസ് എടുത്ത് വരയ്ക്കുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി 3 × 5 50 എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ 3 ഹോളുകളാണ് ഇവിടെ ഉള്ളത്. 1 2 3. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരെണ്ണം ഡയമീറ്റർ 50 വെച്ചാണ്. നമ്മൾ 1:2 റേഷ്യോ ആയതുകൊണ്ട് നമ്മളിവിടെ എത്ര എടുക്കണം? ഒരെണ്ണം 25 ഡയമീറ്റർ എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ തന്നിട്ടുള്ളത് വരയ്ക്കാം. അതായത് ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 60 ആണ്. അതിനെ നമ്മൾ എത്ര ആയിട്ട് എടുത്ത് വരച്ചു? 30 ആയിട്ട് എടുത്ത് വരയ്ക്കാം നമുക്ക്. ഓക്കെ, നമ്മളതിനെ ഒരു 30 mm ആയിട്ട് എടുത്ത് വരയ്ക്കുകയാണ്. 1:2 റേഷ്യോയിൽ വരയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ 30 mm ആയിട്ട് എടുത്തത്. ഇനി അതിൻ്റെ ഹൈറ്റ് എത്രയുണ്ട്? ഇത് മുതൽ ഇതുവരെ 80 ആണ്. നമ്മൾ എത്ര എടുക്കുന്നു? 40 എടുക്കുന്നു. 1:2 റേഷ്യോയിലായതുകൊണ്ട് നമ്മൾ അതിൻ്റെ എത്ര എടുക്കുന്നു? 40 എടുക്കുന്നു. ഓക്കെ, ഇവിടെയും എത്രയുണ്ട്? 30 തന്നെയാണ്. നമുക്കിവിടെ ഒരു സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് വരയ്ക്കുന്നത്. സെൻറ്റർ പോയിൻ്റ് കിട്ടാൻ വേണ്ടി. ഇതിൻ്റെ പകുതി 40ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 20 ആണ്. അവിടെ വെച്ചിട്ട് നമുക്കൊരു സെൻറ്റർ പോയിൻ്റ് കിട്ടാൻ വേണ്ടി മാത്രം വരയ്ക്കുന്നതാണത്.
ഓക്കെ, നമ്മൾ സെൻറ്റർ പോയിൻ്റ് കിട്ടി. ഇനി ഇവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ റേഡിയസ് എടുത്തിട്ട് ഈ കർവ് വരയ്ക്കേണ്ടല്ലേ. ഓക്കെ, ശരിയല്ലേ? ഇനി എന്താ മാർക്ക് ചെയ്യേണ്ട? ഇവിടെ ഒരു ഹോൾ ഉള്ളതായിട്ട് മാർക്ക് ചെയ്യണം. അതിൻ്റെ ഡയമീറ്റർ 50 എന്ന് പറയുന്നുണ്ട്. നമ്മൾ 1:2 റേഷ്യോയിലായതുകൊണ്ട് 25 ഡയമീറ്റർ എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ റേഡിയസ് എത്ര ഇടണം? 25ൻ്റെ പകുതിയായ 12.5 എടുക്കണം. ഓക്കെ, നമ്മൾ 12.5 എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കുക. ശരിയല്ലേ? ഇത്ര ആയിക്കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താ വരയ്ക്കേണ്ടത്? ഇവിടെ കാണുന്ന ഈ ഒബ്ജക്റ്റാണ് വരയ്ക്കേണ്ടത്. ഇതൊരു സർക്കുലർ ഷേപ്പ് അല്ലേ? നമ്മൾ ഇവിടെ നിന്ന് ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കുമ്പോൾ നമുക്ക് അതിന് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പോലെ തോന്നും അല്ലേ? അപ്പോൾ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 8 തന്നെയാണ്. ഇത് എത്രയാണ് എക്സ്ട്രൂഡ് ചെയ്തിട്ടുള്ളത്? എക്സ്റ്റെൻഡ് ചെയ്ത് 40 അല്ലേ? അപ്പോൾ 40ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 20. 40ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 20. അതുപോലെ ഇവിടെ ഇനി എന്ത് ചെയ്യുക? ഇത്ര മാത്രമല്ലേ ഉള്ളൂ. ഇനി നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ഹോൾ ഉള്ളതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഹിഡൻ ലൈനിൽ മാർക്ക് ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ സെൻട്രൽ ലൈൻ നമ്മൾ ഇതുവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരികയാണ്. ഓക്കെ, ആ ഹിഡൻ ലൈൻ എന്ന് പറയുന്ന ആ ഹോൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 12.5 അല്ലേ ഒരു സൈഡിലേക്ക്? ഇവിടെ 25. ഓക്കെ, ഹിഡൻ ലൈനിൽ മാർക്ക് ചെയ്യണം. അതുപോലെ ഇവിടെ. ഓക്കെ, ഇത് തന്നെയാണല്ലോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി എന്താ വരയ്ക്കേണ്ടത്? ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ നമ്മളെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ്. നമുക്ക് ഇത്രയും സർഫസ് നമുക്ക് കാണാൻ കഴിയും മുകളിൽ നിന്ന് നോക്കുമ്പോൾ. പിന്നെ ഈ സർഫസും കാണാൻ കഴിയും. ശരിയല്ലേ? ഇത്ര തന്നെയാണല്ലോ ഇതിൻ്റെ ടോപ്പ് വ്യൂയിലൂടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ വരച്ച ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്ത് താഴേക്ക് വരയ്ക്കുന്നു. നമ്മളതെന്നുള്ള പ്രൊജക്ടർ ലൈൻസ് എല്ലാം താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇത് മുതൽ ഇതുവരെ എത്രയാണ്? ടോട്ടലി 16, പിന്നെ ഇവിടുത്തെ 14. റേഡിയസ് 40 തന്നെയാണല്ലോ. 16, 14 കൂടെ എത്രയായി? നമുക്ക് 100 ആയി അല്ലേ? അപ്പോൾ 100ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 50. അപ്പോൾ നമ്മൾ ടോട്ടലി ഇവിടെ നോക്കുമ്പോൾ ഇത് എത്ര കാണും? 50 കാണും. ഓക്കെ, 50 കാണും. അതുപോലെ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 80, 10, 90, 10, 100. 100ൻ്റെ പകുതി 50 എടുക്കുക. നമ്മൾ ഇത് മുതൽ ഇതുവരെ എത്ര എടുക്കുന്നു? 50 എടുക്കുകയാണ്. ഓക്കെ, 50 എടുത്തു. അതിൽ നിന്ന് ഇത് മുതൽ ഇതുവരെ 10 ഉണ്ട്. അപ്പോൾ 10ൻ്റെ പകുതിയായപ്പോൾ എത്രയായി? 5 മാർക്ക് ചെയ്തു. നമ്മളെല്ലാം 1:2 റേഷ്യോയിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഒരു 5 മാർക്ക് ചെയ്യുക. ഇവിടെയും 10 അല്ലേ? അത് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെയാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇതുവരെ നമുക്കത് മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെയും. ഓക്കെ, ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 5 mm ഇടുക. 0.5. അത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്തു.
ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇത് 20 mm ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10 mm ആയിരിക്കും അല്ലേ? അത് രണ്ടും നമ്മൾ 2 എൻഡിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് തന്നെയാണല്ലോ ഇത്രയും സർഫസ്. ഓക്കെ, ഇനി എന്താ മാർക്ക് ചെയ്യേണ്ടത്? ഇനി ഈ കാണുന്ന സർഫസ് കൂടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഈ കാണുന്ന സർഫസ് എന്ന് പറയുന്നത് ഇത് ടോട്ടലി 80 ആണ് അല്ലേ? അപ്പോൾ 80 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 1:2 ആകുമ്പോൾ ഇത് എത്രയാണ്? 40 ആയിട്ട് മാറും. ഓക്കെ, 40 ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് 50 എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് എത്രയായിരിക്കും? 2.5 ആയിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ എത്ര എടുക്കുക? മൊത്തത്തിൽ 40 അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 20 എടുക്കുക, ഇവിടെ ഒരു 20 എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇതാണ് നമ്മൾ കാണുന്ന സർഫസ് അല്ലേ? ശരിയല്ലേ? ഇത്രയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇവിടെ ഒരു ഹോൾ ഉള്ളതായിട്ട് നമ്മൾ ഹിഡനിൽ മാർക്ക് ചെയ്യണ്ടേ? ഹിഡൻ ലൈനായിട്ട്. അപ്പം നമ്മളതിൻ്റെ ഹിഡൻ ലൈനായിട്ട് നമുക്ക് 12.5 ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യുക? ഹിഡൻ ലൈനിൽ മാർക്ക് ചെയ്യുക. ശരിയല്ലേ? ഇത് തന്നെയാണല്ലോ ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇനി എന്താ മാർക്ക് ചെയ്യേണ്ടത്? ഈ റൈറ്റ് സൈഡ് വ്യൂ. ഇതിൻ്റെ റൈറ്റ് സൈഡിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന സർഫസ് എന്ന് പറയുന്നത് ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും, ഇവിടെ കാണാൻ കഴിയും, അതുപോലെ തന്നെ ഇത്രയും നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേ? ഇത് നമ്മൾ എവിടെയാണ് വരയ്ക്കേണ്ട? ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? ഫ്രണ്ട് വ്യൂ എന്നുള്ള പ്രൊജക്ടർ ലൈൻസ് നമ്മൾ ഇടുക. ശരിയല്ലേ? ഇത് മുതൽ ഇതുവരെ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ 1:2 റേഷ്യോയിൽ നമുക്ക് വരച്ചുകൊണ്ട് നമുക്ക് എത്ര ആയിട്ട് എടുക്കാം? 50 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതിനു ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇവിടെ നമ്മൾ പ്രൊജക്ടർ ലൈൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് കിട്ടണം. സെൻറ്റർ പോയിൻ്റ് നമ്മൾ ഇതിൻ്റെ പകുതി നോക്കുന്നു. എത്രയാണ്? നമ്മൾ 50 എടുത്തു. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് 2.5 ആണ്. അതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സെൻറ്റർ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ വരയ്ക്കേണ്ടത്? ഒരു മൈനർ ഡയമീറ്ററും ഒരു മേജർ ഡയമീറ്ററും മാർക്ക് ചെയ്യണം. മേജർ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 80 ആണ് അതിൻ്റെ ഡയമീറ്റർ. അതിൻ്റെ പകുതി 40. അപ്പോൾ 40 ഡയമീറ്റർ ആണ് നമ്മൾ 1:2 റേഷ്യോയിൽ പറഞ്ഞത്. എൻ്റെ റേഡിയസ് എത്ര എടുക്കണം? 20 എടുത്തിട്ട് വരയ്ക്കുക. ഓക്കെ, 20 എടുത്തിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ആ 20 mm എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ ഇന്നർ ഡയമീറ്റർ ആണ്. ഇന്നർ ഡയമീറ്റർ നമ്മൾ എത്ര എടുക്കുക? 12.5 എടുക്കുക. ശരിയല്ലേ? ഇത് തന്നെയാണല്ലോ അതിൻ്റെ സൈഡ് വ്യൂ. ഇനി എന്ത് ചെയ്യുക? ഡയമെൻഷൻ ചെയ്യുക. അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ഡയമെൻഷൻ ചെയ്യുക. ഇതുപോലെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ എല്ലാം മാർക്ക് ചെയ്യുക. ഓക്കെ.